ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഈ വ്ളോഗ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാനായിട്ട്. എവിടെ 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 ഒരവസരമല്ല ഈ ഓർക്കില്ല വൈ അതെന്തുകൊണ്ട് വയ്യ. വ്ളോഗ് എടുക്കുന്നില്ല ഇവരുടെ കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. ആക്ച്വലി ഇവരെല്ലാരും വ്ളോഗ് എടുക്കും. പറ തിന്നാനാ എന്തിന് ഇവിടെ ഇരുന്ന് തിന്നാനാ? ഈറ്റിംഗ് വൈൽ ഹെയർ ഈസ് വെരി ബാഡ് ഹാബിറ്റ്. ഞാൻ ബാത്റൂമിൽ നിന്ന് ജ്യൂസ് കുടിക്കാറുണ്ട്, ആപ്പിൾ തിന്നാറുണ്ട്. ബിഗ് ബോസ് പഠിച്ച ശീലാണ് ഒളിച്ചുകൊണ്ടേ തിന്നണ്ടേ കട്ടിട്ട്. അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും സിജോന്റെ പരിപാടിക്ക് ഇറങ്ങാണ്. ടോണി എൻ കെയിലാണുള്ളത്. ജാസ്മിന്റെ പരിപാടിക്ക് അവിടെ റെഡി ആവുന്നുണ്ട്. സ്നേഹാജി ആദ്യം രാവിലെ എല്ലാം മനസ്സിലായതുകൊണ്ട് രാവിലെ തന്നെ കയറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിപരമായി നീങ്ങി ആദ്യം റെഡി ആയിട്ടുണ്ട്. ഏത് രാജാവിന്റെ കഴുത്ത് നിന്ന് അടിച്ചു മാറ്റിയാടി സ്നേഹ? ഇവിടെ ഏതോ മറ്റേ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി അടിച്ചു മാറ്റി തോന്നുന്നുണ്ട്. കഴുത്തിൽ എന്തോ സാധനമൊക്കെ ഉണ്ട്, ചെവിയിലും ഉണ്ട്. അതായത് നമ്മുടെ സിജോന്റെ എൻഗേജ്മെന്റ് അല്ലേ ഇന്ന്? സിജോന്റെ ലിനുവിന്റെ ദിവസമല്ലേ? അല്ലാതെ സ്നേഹിന്റെ ജാസ്മിന്റെ അല്ലല്ലോ. രണ്ടുപേരും ലിനുവിനെ മറ്റേ ഓവർഷാഡോ ചെയ്യാൻ വേണ്ടി. അല്ല, ഇവര് രണ്ടാള് പോട്ടെ. ഈ നന്ദന, റസ്മിൻ, അപ്സര, നിഷാന ഇന്ന് ബിഗ് ബോസിൽ വന്നവരെ മാത്രം തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഒരിക്കലും ആവില്ലടാ. കാരണം എന്താ പറയാ, എനിക്ക് എല്ലാം വാടകയാണ്. അല്ല, പക്ഷെ സാധനം ഒറിജിനലാണല്ലോ. പറ, എല്ലാം വാടകയാണ്. മൈക്ക് പോയി ഗൈസ്. ഇവരെല്ലാം വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ മാത്രം എൻ്റെ സ്വന്തം ഷർട്ടും പാൻറ്റും കഴുത്തിലെ മാലയും 200 റുപ്പീസ് മാല. ഷർട്ടിന് എത്രയടി? ഷർട്ടിന് എത്രയായി? 2000 1500 ആ സംതിങ്. പാൻറ്റിനും അത്ര തന്നെ. ഞാൻ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഡ്രസ് ചെയ്ത് കാണോ. ഗബ്രി കോസ്റ്റ്യൂം ആണോ? ഷർട്ടിന് 1200 രൂപ, 1500 രൂപ. പിന്നെ ചെരുപ്പിന് 500 രൂപ, ഇതിനൊരു 500 രൂപ പൈസ. അത് വാച്ചിന് പൈസ പറയണ്ട, വാച്ചിന് നല്ല പൈസ ആയിരിക്കും. വാച്ച് സ്നേഹ എക്സ്പെൻസീവ് ആണ്. സ്നേഹ കോട്ടയ്ക്ക് വാടകയ്ക്ക് എടുത്ത ഡ്രസ്സും വാടകയ്ക്ക് എടുത്ത കമ്മലും അത് ഇതിനടാ മറ്റേ ക്യാമറയുടെ വെക്കുന്നത് 4000. ഇതൊക്കെ അതാ എങ്ങനെങ്കിലും സിജോന്റെ അവിടെ വേഗം ബാബുവാക്കി പടക്കം പൊട്ടിക്കാനുള്ള. അത് ഇതിന്റെ റിസീവർ. അപ്പോ സിജോന്റെ പള്ളിയിലേക്ക് ഞങ്ങൾക്ക് ഇനി 16 മിനിറ്റ്, 8 കിലോമീറ്റർ ആണ് തിരുവല്ല എന്നുള്ളത്. നമ്മൾ ആക്ച്വലി തിരുവല്ല ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഋഷിയുടെ അവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരുവല്ല വന്നിട്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ മാരേജ് ഇന്നലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കേരള സൂപ്പർ ലീഗിൻ്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിഷ്വൽസ് ഞാൻ വെക്കാം അവിടെ. ഇന്നലെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് വ്ളോഗ് എടുത്ത് ഫുട്ബോളിൻ്റെ അവിടെ എത്തി, ഇക്വായൊക്കെ വന്ന് എല്ലാ പരിപാടികളും രാത്രി ഫുഡ് കഴിച്ച് ഞാൻ മറന്നുപോയി വ്ളോഗ് എൻഡ് ചെയ്യാനും ഇതിലൊക്കെ. അപ്പം എന്താണെങ്കിലും അതിൻ്റെ ചെറിയ ഗ്ലിംസസ് ഞാനിവിടെ വയ്ക്കുന്നതാണ്. ഓക്കെ, സോ ഓൺ ദ വേ ടു സിജോസ് ഫങ്ഷൻ. അതിനിടയിൽ നിങ്ങൾ ഇന്നലെ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ. ഹായ് എവരിവൺ. ഇനി അങ്ങോട്ട് 1-2 ദിവസം വ്ളോഗുകളുടെ വയറിളക്കമായിരിക്കും സ്നേഹ. കാരണം ട്രാവലിംഗ് ആണ്. ഋഷിയുടെ മുടിയൻ്റെ കല്യാണം കഴിഞ്ഞ് ഇന്നലെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ തിരുവല്ലയാണുള്ളത്. തിരുവല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. നാളെ നമ്മളെ കാട്ട് സിജോടെ കല്യാണം പറഞ്ഞറിയാൻ കല്യാണം പറയാം. ഈ നാട്ടുകാരോടൊക്കെ ഞാൻ അവൻ്റെ കല്യാണം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ്. അത് എന്താ വിഷയം എന്നറിയോ? എൻഗേജ്മെന്റ് ആണെന്ന് പറയുമ്പോൾ വിളിച്ചില്ലെങ്കിലും ആളുകൾക്ക് കുഴപ്പമില്ല. ചില ആളുകളിപ്പോൾ നമ്മളൊക്കെ എൻഗേജ്മെന്റിന് കുറച്ച് ആളുകൾ വിളിക്കൂ. ഇത് സംഗതി ഞാൻ ഇന്നോട് ചോദിക്കുന്നതോടൊക്കെ സിജോന്റെ കല്യാണത്തിന് പോവാണ്. എന്തിനാ അവരൊക്കെ എന്തിനാ തെണ്ടി വിളിച്ചില്ലല്ലോ, എന്താ വിളിക്കാഞ്ഞേ? ലാസ്റ്റിലെ മനസ്സിലായി അതിന്റെ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്താണെങ്കിലും സിജോന്റെ എൻഗേജ്മെന്റ് ആണ് നാളെ. പടക്കം കിട്ടും എവിടുന്നേലും. ഒരു പാക്കറ്റ് നാളത്തേക്കാണ്.
എങ്ങനെ ഒപ്പിക്കണം. നാളെ ഞാൻ പള്ളിയിൽ പടക്കം പൊട്ടിക്കും. അതിൻ്റെ മുകളിൽ ഞാൻ എന്തോ സംഭവിച്ചാലും അമ്മേ കല്യാണം മുടങ്ങോ ചെക്കൻ്റെ? അല്ല, ഒരു ആഗ്രഹം കല്യാണം മുടങ്ങാന്നാണ്. അല്ലല്ല, ഒരു ആഗ്രഹം കല്യാണം മുടങ്ങാനാണ്. അപ്പൊ അവൻ ലിനുവിനത് അറിയില്ലല്ലോ. നാളെ ലിനുവിനെ കൊല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിന്റെ ഫ്ലാറ്റിൽ കൂടി 6 പാക്കും കാണിച്ച് ഷർട്ട് ഇടാതെ നടന്നു പറഞ്ഞു. തെളിവുണ്ട് ഇന്നലത്തെ വ്ളോഗിനകത്തതുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ ഞങ്ങളിപ്പോ ഒരു 12-12:30 കേട്ടിട്ട് തിരുവല്ല ഈ ചേർച്ചിനോട് ചാരിയിട്ടുള്ള ഏതോ ഒരു ഹാളിലോ ആണ് ഫംഗ്ഷനും പാർട്ടിയും ഞങ്ങളെന്ന് പറയണ്ട, ഞാൻ മനുഷ്യന്മാരുടെ എല്ലാ കല്യാണത്തിനും പോയിട്ടുണ്ട്. എനിക്ക് ഈ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അത് ഈ പറ, ഞാൻ മനുഷ്യന്മാരുടെ കല്യാണത്തിന് കുറെ പോയിട്ടുണ്ട്. ഈ പോയിട്ടില്ലേ? ഞാനും ഞങ്ങൾ മനുഷ്യന്മാരുടെ കല്യാണത്തിനാണ് പോകുന്നത്. അല്ലാതെ ഞങ്ങൾ ഹിന്ദു കല്യാണം, മുസ്ലിം കല്യാണം, ക്രിസ്ത്യൻ കല്യാണം ഞങ്ങൾ നോക്കാറില്ലേ. ചില വാല് കൂട്ടി വിളിക്കുന്ന ആളുകളുണ്ട് പേരിന്റെ കൂടെ, അവർ ഈ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ നോക്കൂലേ. ചില ജാതിപ്പേരും വെച്ച് ഇങ്ങനെ നടക്കും. എന്നിട്ട് പോണാട്ട് ഹിന്ദു ആണ്, മുസ്ലിം ആണ്, ക്രിസ്ത്യൻ ആണ് നോക്കി നടക്കും. കൺട്രി ഫെലോസ് വണ്ടി തുറന്ന് ചവിട്ടി പുറത്താക്കണം പാലത്ത് നിന്ന്. ഓക്കെ ബൈ. നമ്മൾ ബെനോൺ എബി ആൻഡ് ഫെബേനെ കണ്ടു. ഞങ്ങളൊരു ചെറിയ ഡെസേർട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? അല്ല, ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ട, ഞങ്ങളൊരു ഡെസേർട്ട് കഴിക്കാൻ പറഞ്ഞു. ഡെസേർട്ട് എടുത്തു. ഡെസേർട്ട് സ്നേഹ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബെനോനോട് പറയുന്നത് ഇനി വേറെ ദിവസം എനിക്ക് ചിലവ് ചെയ്യാൻ. അവിടെ ഊട്ടിക്കത്തെ തിരക്കോട് എനിക്ക് തോന്നാം കോട്ടയത്തുള്ള സാധനങ്ങളല്ലേ, അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി, നല്ല മണം വന്നിരുന്നു. ആക്ച്വലി നല്ല ഊട്ടിക്കത്ത് തിരക്കായിരുന്നു. കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വട്ട പോസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് ഫുഡ് കഴിക്കുന്നതാണ്. അത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാൻ വാരി വലിച്ച് കഴിക്കുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീൽ വരുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, ഒരു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഇനി ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, മൈക്കില്ല സ്നേഹൻ്റെ ഫോൺ. അപ്പോൾ ഓക്കെ ബൈ, ഇനി കൊച്ചി പോട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്ട്രാ പണിയെടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മലയാള അക്ഷരമാലയിലുള്ള ഒരു സാധനമാണ് ഉമ്മ. ഉമ്മ കൊടുക്കാനില്ല ഉമ്മ. മാതാവിന് ഉമ്മ, മലബാറിന് ഉമ്മ, മലപ്പുറത്തിന്റെ ഉമ്മ, മലയാളത്തിന്റെ ഉമ്മ. ഓ ഓ ഓ ഓ മീം, അറബിക്കല് മീം തിരിയാത്തവർക്ക് തിരിയൂല. വന്ന് വാറ് 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 മലബാറ് വന്ന് ചോറ്. ഇവിടെ നടക്കാൻ പോണ വലിയൊരു സംഭവം നിങ്ങൾക്ക് അറിയോ? കുറെ അധികം ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളും അതുപോലെ കുറെ കലാകാരന്മാരൊക്കെ കൂടിയിട്ട് കേരളത്തിന് എന്തൊക്കെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നോക്കണം. ബിക്കോസ് വി ഹാവ് സം കൈൻഡ് ഓഫ് കൾച്ചർ ഹിയർ. അത് കലയാണെങ്കിലും കായികമാണെങ്കിലും കേരളം കേരളം അവിടെയാണ് ഞാൻ പറഞ്ഞ ഓമും മീമും ഒക്കെ കിടക്കണം. മനസ്സിലായില്ലേ? ഓമിനും മീമിനും ഒരേപോലെ പ്രസക്തിയുള്ള ഒരൊറ്റ നാട് കേരളവും. You know what I mean? So let's go for Malabari banger. എരിയുന്നു നാം കണ്ണിൻ കോപം കൊള്ളും മരണം പൊടിവാതിൽ ബോംബെ നഗരമിവൻ സ്വപ്നം കാണൂ താന പോയോക്ക പാടോ.
partners, Grace Biscuits, kit partners, Sainda and Future Generation. Joy, Asif Ali and Muhammad Zali. Welcome. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരുടെ ടീം തന്നെയാണ് മലപ്പുറം FC. Captain Anas. Assistant coach Phil Alex. Owned by Ajmal Reed, Anwar Amin Shelat, Ashik Kainikara. There we go. Somebody അതുകൊണ്ടാണ് കളി. ഞങ്ങള് ബോൾ കൊണ്ടാ കളിക്കണേ, ഗ്രൗണ്ട് കൊണ്ടല്ല. അന്നൊരു കാര്യം ചെയ്യും, ടർഫെടുത്ത് കളിക്കും. എന്തിനു സ്റ്റേഡിയം കളിക്കണേ? ഞങ്ങൾക്ക് നിങ്ങൾ വന്നോളി, അവിടെ വെച്ചോളി, നമ്മള് കളിക്കും. മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിന്റെ അകത്ത് കുറച്ച് കുണ്ടാണ്, കുഴിയാണ്, അമ്മ കളിച്ചാണ്. മലപ്പുറത്തിന്റെ കുഴപ്പമില്ല, അത് മലപ്പുറത്തിന്റെ കുഴപ്പമില്ല, ഫുട്ബോൾ അസോസിയേഷന്റെ കുഴപ്പമാണ്. മനസ്സിലായി, മലപ്പുറത്തിന്റെ വികാരം മനസ്സിലായി, പക്ഷെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ? സ്നേഹാർ നായർ പള്ളിയിലൊരു കല്യാണം ആദ്യമായിട്ടാണോ അറ്റൻഡ് ചെയ്യുന്നത്? അപ്പൊ ഇന്നലെ അറ്റൻഡ് ചെയ്ത് പള്ളിയിലല്ലേ? നമ്മളത് കഴിഞ്ഞ് കഴിക്കാൻ നേരത്താണ് പോയത്. ഓക്കെ, ഇതെന്താ വാടകയ്ക്ക് വാങ്ങിയ ഡ്രസ്സാണോ? സ്വന്തം ഇതാ, ഇതും വാടക ഡ്രസ്സ്, ഇതും വാടക ഡ്രസ്സ്. ഏത് ഒറിജിനൽ? പിന്നെ എടാ പാടാ, ഒറിജിനൽസ് നമ്മൾ പോവാം, ഇതെല്ലാം വാടക. ഹായ് നിഷാന, ഹൗ വാസ് ഗോവ ട്രിപ്പ്? അടിപൊളി. മഹാരാഷ്ട്ര അല്ല, ഗോവ പോയ ക്ഷീണം കാണും. മിസ്റ്റർ അൽതാഫ്, നിങ്ങളുടെ ഈ ലുക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാൻ, ഇത് വിന്റേജ് ബാബുവിന്റെ അതായത് ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി, ഇവൻ പറയുന്നത് ഇവൻ തന്ത വൈബ് പിടിച്ചോട് കൂടിയിട്ട് കാര്യങ്ങളിൽ എന്തോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒറിജിനൽ ഞാൻ തല അജിത്ത് ഞങ്ങളൊക്കെ ഒരേ വൈബാണ്, മനസ്സിലായോ? ഞങ്ങൾ ചോപ്പിക്കാറില്ല, എന്താ വെളുപ്പ് ചോപ്പിച്ച് മാറ്റിയവൻ. അല്ല ഇത് വെപ്പോടിയാണോ? എനിക്ക് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് മനസ്സിലാവണില്ല. അസൂയല്ലടാ, അസൂയല്ല, ഇതിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹ വെപ്പൂടി, ജാസ്മിൻ വെപ്പൂടി, കുറെ വെപ്പൂടി, എല്ലാം വെപ്പൂടികളായിരുന്നു. ഈ വെപ്പൂടിന്റെ അടുത്ത് എനിക്ക് ഒറിജിനൽ മനസ്സിലാവണില്ല. ഏത്? അല്ല, അത് ഒറിജിനൽ, ഇത് ഒറിജിനൽ എനിക്ക് തോന്നുന്നില്ല. കത്തിച്ച് നോക്കണ്ടേ? ഒറിജിനൽ ആ വഴിയില്ല. ഏത്? നിഷാനയോ? നിഷാന ഒറിജിനൽ അല്ല, ആരും ഒറിജിനൽ അല്ല, എല്ലാം വെപ്പൂടി. ഹായ് കാർത്തിക് ബ്രോ. എന്താ എന്താ പെട്ട മണവാളനോ? എന്താ ടൊവീനോ ആണോ? ടൊവീനോനാണ് കല്യാണം കഴിച്ചത്? കുന്നംകുളം ടൊവീനോ അല്ലേ? എടാ എടാ, സമ്മതമാണോ? എനിക്ക് സമ്മതമാണോ? അതെ, ഞങ്ങൾക്ക് സമ്മതമല്ല. സമ്മതമാണോ? ഇവൻ ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചിരുന്നു, ഇവൻ ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ച് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതമല്ല എന്ന് പറയണം. പടക്കവുമായിട്ട് നന്ദന വരുന്നുണ്ട്, പടക്കമായിട്ട് നന്ദന വരുന്നുണ്ട്. ഞാൻ ചോദിച്ചടാ, ബാബുവിന്റെ അടി താഴെ മുതലാണല്ലോ നിങ്ങൾ സ്കാൻ ചെയ്യുന്നത്. എന്നാലും ഇതാ നമ്മുടെ ശ്രീ ചേച്ചി എത്തിയിരിക്കുകയാണ്. ഹായ്, കുമ്പിടി അടിക്കാൻ ബാക്കിൽ വന്നിട്ടുണ്ട്.
ഭംഗിയ ചേച്ചിനെ കാണാൻ. അല്ലേ നിഷാനന്റെ അത്ര ഭംഗി ആരെങ്കിലും ഉണ്ടോ? ഇവിടെ മതി മഴ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ പെങ്ങളുട്ടി സിജോനോട് ഞാൻ ചോദിച്ചു നന്ദന സിജോനോട് എന്താ മറ്റേ എന്തി സമ്മതമാണോ എന്ന് ചോദിക്കാൻ പറയണത്. ഞങ്ങൾ സമ്മതമല്ല എന്ന് ഞങ്ങൾ പറയണായിരുന്നു. കഴിഞ്ഞിട്ടില്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. 6,00,000 1 ലക്ഷത്തിൽ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. വളരെയധികം സന്തോഷം തന്നെ. ആരാ അവളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ? അബദ്ധവശാൽ പോലും മോണറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. യൂട്യൂബിൽ പൈസ എന്ന് പറയുന്ന ആദ്യത്തെ ക്രിയേറ്ററിനെയാണ് ഞാൻ കാണുന്നത്. നമ്മളെ ഫിറോസ് ഭായിന്റെ കൂടെ എല്ലാ ഫ്രെയിമിലും ഇവിടെ ഉണ്ടല്ലോ. ഈ ബോബിന് മുകളിൽ പട്ടിയോ? അല്ല, ഞാൻ ഇവിടെ വിളിച്ച് നിർത്തി കഥകൾ വെച്ചോണ്ടിരുന്നതാണ്. എങ്ങനെയുണ്ട്? അല്ല, ഞാൻ ഓരിയായിരുന്നു. ഞാൻ ഉറക്കക്ഷീണം ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പൈസയുടെ തീരുമാനമായി. കാട്ടുതീ, സ്റ്റേജിൽ കാട്ടുതീ. ഇവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ തൽക്കാലം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടായിരിക്കും കപ്പലായിട്ട് ഈ വേദിയിൽ ഇങ്ങനെ ഇവരെ നിറഞ്ഞ വേദിയിൽ അതായത് ബിഗ് ബോസ് സീസൺ 6 മെയിൻ ആളുടെ കാര്യമാണ് ഒക്കെ ശരിയാണ്. പക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും സ്വയം വീര്യം നുകരുന്നു, ശേഷം പരസ്പരം പങ്കുവയ്ക്കുന്നു. ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് പോവും. ഈ ബിഗ് ബോസ് അല്ലല്ലോ. അല്ല, ഞങ്ങള് ട്രോൾ കിട്ടതാ. അതെ, ബിഗ് ബോസ് ടീമിനെ വിളിച്ചപ്പോ സീസൺ 6 മറ്റു സീസണിലെ മോസ്റ്റ് വെൽക്കം എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ കണ്ടായിരുന്നു. സംഗീത ശ്രീ ചേച്ചി മേടിച്ചാ, ഞങ്ങൾ എല്ലാരും കൂടി മേടിച്ചാ. ശ്രീ ചേച്ചി നമ്മളെല്ലാരും മേടിച്ച ഗിഫ്റ്റ് അല്ലേ? എടാ, ശ്രീ ചേച്ചി ഗിഫ്റ്റ് മേടിച്ചു, എല്ലാരും കൂടി ആക്കി. വളരെ സന്തോഷം. ഒരുപാട് തിരക്കുകളിൽ എന്നാലും എല്ലാ തിരക്കുകളിലും ഒത്തിരി സന്തോഷം. നമുക്ക് പിന്നെ മറ്റേ കഥ പൊട്ടിച്ചാലോ? ഒരു പാഠമാണ്. 5.5 കൊല്ലം പ്രേമിച്ചു. 12 കൊല്ലം 12 കൊല്ലം പ്രേമിച്ചിട്ട് നീ ഇങ്ങനെ കിട്ടിയ കെയറിങ്ങോ? അതെ 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 അതെ. ആരുണ്ടോ കൂടെ? അതൊക്കെ അറിയാം. ഈ ഒരു റൊമാൻസ് കാണാൻ പറ്റുമോ? ഒരു റൊമാൻസ് കാണാൻ പറ്റുമോ?
അതെ 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 നല്ല കേൾവിക്കാരിയാണ്. അതാണ് വേണ്ടത് ഇതില്. അല്ലല്ല ഞങ്ങൾക്ക് അതാണ് ഇതില് വേണ്ടത്. അല്ല സിജോനോട് ഒന്ന് റൊമാൻറ്റിക് ആവാൻ പറയൂ. സിജോ ചേട്ടാ ഒന്ന് ഒന്ന് റൊമാൻറ്റിക് ആവൂടാ പ്ലീസ് വാ. ഒന്ന് റൊമാൻറ്റിക് ആവൂ. ഒരു ലിപ്സ്റ്റിക് അല്ല ഇന്നെ കൊണ്ട് കിസ് കിസ് കിസ്. ഒരു പാട്ട് വെച്ച് കൊടുക്കണം. പാട്ട് വെച്ച് കഴിഞ്ഞാൽ അതെ അതെ റൊമാൻറ്റിക് ഒരു പാട്ട് ഒരു പാട്ട്. ഒരു ഉമ്മ വയ്ക്കണം. അതെ അതെ ഞങ്ങളോട് ചോദിച്ചല്ലോ. വെക്കി 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 ആ ഞങ്ങളെ കൊണ്ട് വെപ്പിച്ച് ഉമ്മ എന്നാ ഡാൻസ് മതിടാ. ഡാൻസ് മതി ഡാൻസ് മതി ഡാൻസ് മതി. ആ കളിക്ക് ഡാൻസ് കളിക്ക്. ആ കളി അത് മ്യൂസിക് പ്ലീസ്. വേണ്ട രതീഷേട്ടൻ പാടും. പാടി പാടി മതി പാടി മതി. എനിക്ക് ആ കൂടി കാവ്യത്തുമ്പിൽ കാത്തിരുന്ന പൈതലെ ഉണ്ടാവും നല്ല പൈല ഉണ്ടാവും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ ആരാ പാട്ടിന്റെ ആളാരാ? ചേട്ടൻ ഒരു പാട്ട് വയ്ക്കോ? പാട്ട് വയ്ക്കോ? പാട്ടിന്റെ ആള് എന്തെങ്കിലും വെച്ചോ സാധനം പാടി വെച്ചോ. ആ പാട്ടെ ആ വന്ന് 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 പാട്ട് വന്ന് പാട്ട് വന്ന് പാട്ട് വന്ന് പാട്ട് വന്ന് പാട്ട് വന്ന് പാട്ട് വന്ന് കേറി. ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ലല്ല ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നാണോ? റസ്മിന അല്ലല്ല ക്വാളിറ്റീസ് പറയാം. നമ്മുടെ പ്രിയങ്കരായ ജാസ്മിൻ നമ്മുടെ ഹാൻഡ്സം ബ്യൂട്ടി സിജോയെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാണ്. Thank you.
ആ ഭാഗം കിട്ടിയ രണ്ടുപേർക്കും ഹൃദയപരമായ ആശംസകൾ. ഒപ്പം ഈ ഒരു ചടങ്ങ് ഇതൊരു വാഗ്ദാനമാണ്. വിവാഹത്തിലേക്കുള്ള ഒരു വാഗ്ദാനം, ഒന്നിച്ചൊരു ജീവിതത്തിലേക്കുള്ള വാഗ്ദാനം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇതിൽ കൂടാൻ പറ്റിയത് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ എവിടെയോ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയില്ലേ? അല്ല പറയണം 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 പറയണം. അലി അതെന്താ ഈ സസ്പെൻസ് മോളെപ്പലം നടുക്ക് കിടക്കണം. ഏതാ 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 മോള് മൈക്കിൾ ചേച്ചി നമ്മൾ അടുത്തതായിട്ട് ഡെയ്സി ചേച്ചിയാണ് ആശംസ അർപ്പിക്കുന്നത്. ഇതൊക്കെ ഇവരുടെ ഈ ഒരു സെഷനൊക്കെ കവർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി ഡെയ്സി ചേച്ചിയുടെ ടീമാണ്. മാരേജ് ഫോട്ടോഗ്രാഫി ആണ് പറഞ്ഞു വായിക്കുന്നു വിചാരിക്കുന്നു. കോഴിയാണ്. അതേപോലെ പോലെ അടിപൊളിയായിരിക്കും. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണറിനെ കൊണ്ടിരിക്കുക. അപ്പോൾ അപ്സരയ്ക്ക് ഗോൾഡൻ മൈക്ക് കൊടുക്കണം. സാധനം അപ്സര മറ്റേ പറയില്ലേ 8,000 സ്ക്വയർ ഫീറ്റ് വേണ്ട, വേറെ എന്തെങ്കിലും. കാരണം എല്ലാവർക്കും അറിയാം ബിബി ഉണ്ടായിരുന്ന സമയത്തും അവിടെ ഈ ഗ്രൂപ്പ് ടീം ബേസ് ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എപ്പോഴും ഇപ്പോഴും ആൾക്കാർ ശബ്ദം ഉണ്ടാക്കിയല്ലോ. ഇനി ബിഗ് ബോസിന്റെ ടീമിൽ ഇറങ്ങി പോകാൻ പറയാനവരെ നമ്മൾ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം പഴയതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കക്കാൻ അറിയാം. കക്കൂസ് ടീം കക്കൂസ് ടീം കക്കൂസ് ടീം കക്കൂസ് കട്ട് തിന്നാനറിയാം. ഞാൻ ആദ്യം ബന്ധപ്പെട്ടപ്പോ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ചോദിച്ചപ്പോ എന്നോട് ഫസ്റ്റ് പറഞ്ഞ മറുപടി അറിയോ, എനിക്ക് അതൊരു ഇഷ്ടമുണ്ട്, പക്ഷെ അവിടെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്നിവൻ ബസ്സിലാ വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു നാട്ടിലുള്ള അമ്മമാര് ചോദിക്കുകയാണ്. അപ്പൊ ബസ്സിലൊക്കെ വരുമ്പോ തടഞ്ഞു നിർത്തി പെണ്ണ് ചോദിക്കില്ലേന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ പറഞ്ഞു കുഴപ്പമില്ല, 2-3 പേരെ ചോദിച്ചുള്ളൂ. സീസൺ 6-നിടയിൽ ജാസ്മിന് അഭിഷേകിനോട് ഒരു ക്രഷ് തോന്നിയിരുന്നു. പിന്നെ ക്രഷാൻ പറ്റിയ ചളുക്ക് ഇവനോട് എനിക്ക് ആകെ തോന്നിയിരുന്നത് ഒരു പാവം പിടിച്ചെന്ന് പറഞ്ഞാൽ ടോക്സിക് എന്ന് പറഞ്ഞ് വന്നിട്ട് അമ്പോട്ടി പെൺപിള്ളാരെന്ന് പറഞ്ഞ അപ്പൊ കിറങ്ങി വീഴുന്നൊരു പയ്യൻ. അതായിരുന്നു എനിക്ക് ഇവനെ അത് പിന്നെ പറയുന്നവര് പറയട്ടെ, അവർക്കൊരു സന്തോഷം. പക്ഷെ എന്നാലും ഇവൻ ബസ്സിൽ വന്നത് എനിക്ക് സഹിച്ചിട്ടില്ല. കാരണം അമ്പോട്ടി പെൺപിള്ളാരെ വീഴ്ത്താൻ വേണ്ടി അമ്പോട്ടി ഞാൻ ബസ്സിന് KSRTC ബസ്സിൽ ബിഗ് ബോസ് സീസൺ 5 ടോപ്പ് 5 വന്ന ബസ്സിലാ. എന്താ ഞാൻ ട്രെയിനിൽ മെമുലൊക്കെ ട്രാവൽ ചെയ്യും. എനിക്ക്
ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ ട്രാവൽ എനിക്കൊരു കുഴപ്പമില്ല അതിൽ. അതങ്ങനെ നീ അറിഞ്ഞ് ഒന്നുമില്ല, ഇതെല്ലാം കള്ളങ്ങളാണ്. ഞാൻ സിംഗിളാണ്. മൈക്കുണ്ട് പറയട്ടാ പറഞ്ഞു കൊടുക്കണ്ടേ? പെട്ടെന്ന് നിർത്തണം അല്ലേ? അതായത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ കൊഴുത്ത് നിൽക്കുന്നുണ്ട്. സിജോനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സിജോനെ കുറിച്ചാണെങ്കിൽ നന്ദന കുറച്ചധികം സംസാരിക്കാനും. ഫോർ മീ ലൈക്ക് എന്താ പറയാ, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സിജോനെ അറിയാം, ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു, സംസാരിക്കായിരുന്നു. പക്ഷെ അതൊരു ഒഫീഷ്യൽ സാധനമല്ലടാ, ഭയങ്കര ഒഫീഷ്യൽ സാധനങ്ങളായിരുന്നു അത്. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്തുനിന്ന് ഒരു ബ്രദർ എന്നുള്ളതിനേക്കാൾ മുകളിൽ സിജോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില ഫ്രണ്ട്സ് കാണുമല്ലോ, ഏത് ടൈമിൽ നമുക്ക് വിളിക്കാം, എന്തും സംസാരിക്കാം. ആ ഒരു കൈൻഡ് ഓഫ് വൈബാണ് എനിക്ക് സിജോനായിട്ടുള്ളത്. സോ അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു, ഇനി മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ബിഗ് ബോസിനകത്തുനിന്ന് കിട്ടിയ റിലേഷൻസ് എല്ലാവരുമായിട്ട് നല്ല ബോണ്ടും കാര്യങ്ങളുമാണ്. ബട്ട് സിജോ ഇസ് സംതിങ് സ്പെഷ്യൽ, നന്ദന ഇസ് സംതിങ് സ്പെഷ്യൽ. സോ നമ്മളുടെ മൂന്നുപേരുടെ ആ ക്രിഞ്ച് സാധനം അല്ലേ, ഞങ്ങളുടെ ക്രിഞ്ച് ബോണ്ടിനെ കുറിച്ച് ലിനുവിന് എന്താ പറയാനുള്ളത്? എന്റെ ഭാര്യ ട്രോളിക്കൊന്നു, ലിനുവിന് എന്താ പറയാനുള്ളത്? പറഞ്ഞോ ഇല്ല ഇല്ല, രണ്ടു വാക്ക്. പെങ്ങളുട്ടിക്കുള്ള വീട് അപ്പൊ ഓക്കെ, കട്ട് കഴിഞ്ഞു, പോവാ. എന്തിന് പറ. ഞാൻ പോവാ. ലിനു അല്ല, ഞങ്ങൾക്ക് വിശക്കുണ്ട്. ഇവളെ നമ്മള് വെറുപ്പിക്കും. പോവല്ലോ, നമുക്ക് ജയിച്ചു അല്ലേ, നമ്മള് നിർത്തില്ല, പോവാലോ. ഇവള് പറഞ്ഞത് ഇവളാ വിന്നർന്നല്ലേ? Thank you so much, Nandana and Sai. അബി അമ്പൂറ്റി വാടാ. അതെന്താടാ, പറഞ്ഞിട്ട് പോയാൽ മതി. പറഞ്ഞിട്ട് പോയാൽ മതി. നല്ലൊരു പ്ലെയറായിരുന്നു, നല്ലൊരു കണ്ടസ്റ്റന്റ്, നല്ലൊരു മനുഷ്യനായിരുന്നു. അവൻ തന്നെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ബെസ്റ്റ് വിശ്വാസം അറിയാം. എടാ സ്നേഹ അവനോട് ഫോട്ടോ എടുക്കാൻ പറയാം. അബിയിലേ കൊടുത്തേ. അബി ആയി വാ. ഹാപ്പി മാരീഡ് ലൈഫ്. സ്നേഹ എൻഗേജ്മെന്റ് കുറിച്ച് രണ്ട് വാക്ക് പറയൂ. എൻഗേജ്മെന്റ് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിജോന്റെ ആണെങ്കിലും മീനുവിന്റെ ആണെങ്കിലും. കുറച്ച് ഉറക്കെ പറയൂ.
സിജോന്റെ ആണെങ്കിലും ലിനുവിന്റെ ആണെങ്കിലും ഡ്രസ്സ് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു. എന്റെ ലിനുവിനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ ബൈ. എടാ ആരപ്പോഴാണ് ഡാൻസ് കളിക്കണേ? ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല സുപ്രസിദ്ധ നർത്തകിയും സൗന്ദര്യത്തിന്റെ പര്യായവും വസന്തത്തിന്റെ തേങ്ങാക്കൊലയുമായ നന്ദനയുടെ കൂടെ. അതെ, വടയക്ഷി നന്ദന. അതൊന്നുമല്ല, ഇവിടെ എപ്പോഴും എന്ത് ചെയ്യും, അത് ഡ്രസ് ഇട്ട് വന്നിട്ട് ചേട്ടാ ഞാൻ പടയക്ഷിയാണ്, ചേട്ടാ ഞാൻ പടയക്ഷിയാണ്. അതങ്ങനെ നോക്കിയിട്ട് ലാലേട്ടൻ എപ്പിസോഡ് പോകാൻ പറ്റണില്ല. ഇവള് പടയക്ഷിയായിട്ട് എന്നിട്ട് ലാലേട്ടൻ എപ്പിസോഡ് പോകാൻ പറ്റണ്ടേ? അയ്യ അച്ഛനെ മാറ്റിയില്ല ഇയാള്. അല്ലല്ല ഈ ഇടയ്ക്ക് അച്ഛനെ മാറ്റി. യൂസഫ് അലിയാണ് ഇപ്പൊ അച്ഛൻ. അപ്പോൾ എല്ലാവരും എന്റെ നന്ദൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദൂസ് വേൾഡ് ഇപ്പോൾ വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അത് കാരണം നിങ്ങൾ ആ പേര് നോക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടണം, അതാണ് എൻ്റെ ഉദ്ദേശം. അതെ, ഓക്കെ ബൈ. ആരും ചെയ്യണ്ട, ഒരു കാര്യമില്ല, കുറച്ച് റീൽസ് കാണാനാണ്, വേറൊരു ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ ബൈ. ഓ ഇങ്ങനെയല്ലേ ശരി. 1 2 3 പാത്തു എടാ കൈ അങ്ങനെ തൊടണ്ട, മേക്കപ്പ് ഫുൾ ഇളകി പോരും. ഇല്ല റേസിസം പിടിച്ച പാട്ട് പറ്റില്ല. ഇങ്ങോട്ട് ചാട്. 1 2 ചാട്. ഇതെടുത്ത് വല്ലതും ഇട്ടാ നമ്മുടെ സിജോന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ നേരത്ത് മോൺസ്റ്റർ ഒറ്റയ്ക്കല്ല, മോൺസ്റ്ററിന്റെ കൂട്ടത്തിൽ വേറൊരു മോൺസ്റ്ററും. നല്ല നേരത്തെ പോയടാ. അല്ല നിങ്ങളെപ്പോ ഇറങ്ങിയ? അപ്പൊ പരിപാടികളെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പരിപാടി തീർത്ത് പോവാണ്. ഓക്കെ ബൈ. അപ്പൊ നമ്മളെ സിജോൻ ലിനൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ ബബ്ബേടാ മക്കളെ. ഞാൻ പോവാ. ഞാൻ തിരുവനന്തപുരം പോണി. നീ പിന്നെ തിരുവല്ല പോണെന്ന് പറഞ്ഞു? തിരുവല്ല തിരുവനന്തപുരം. ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. തിരുവല്ല ക്ലബ് 7. ഓക്കെ, അങ്ങോട്ട് പോവാ. മംഗളാശംസകൾ. നന്ദൂരനെന്തേ? നന്ദനയോ അവിടെ റീലെടുത്തിട്ടുണ്ട്. ഇന്ന് നിങ്ങള് വീട്ടിൽ പോയാലും കഴിയില്ല. നിങ്ങളെല്ലാം ഡ്രസ്സൊക്കെ മാറിയാ? ബൈ ബൈ. ചേച്ചീനൊപ്പം പോണേ. ഒരുമിച്ചാണോ പോണേ? അപ്പൊ നിങ്ങൾ കൂടെ അങ്ങോട്ട് പോകും തിരുവനന്തപുരത്ത്? ഓക്കെ ഗൈസ്, ഞങ്ങള് എല്ലാവരും സിജോന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ, ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ പ്രാക്ടീസ് ഇവിടെ എടുത്തു കഴിഞ്ഞു. സോറി ഗൈസ്. എന്തൊരു അടിപൊളിയായിട്ട് ഡാൻസ് ഓരോ ഫ്രെയിമും നന്നായിട്ടുണ്ട്, ഡാൻസ് നന്നായിട്ടുണ്ട്, കളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പരിപാടി ഓക്കെ ബൈ. ഞങ്ങൾ നിർത്തുകയാണ്, പരിപാടി തീർന്നിരിക്കുന്നു. ഇനി അടുത്തത് വെടിക്കെട്ടില്ല, അല്ല ഇനി അടുത്ത സിജോന്റെ കല്യാണത്തിനാണ്.